എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ വർഷങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ എന്നെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചമ്മന്തിയുമാണ് തയ്യാറാക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കിയ മീൻകറിയാണ്. ആദ്യം തന്നെ ഞാനൊരു 10 കഷ്ണം മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു തക്കാളി ഒന്ന് അരച്ചെടുക്കണം. തക്കാളി നല്ലതായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ അടുപ്പത്തേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ പച്ചമുളകാണ് നമുക്ക് എരിവ് തരുന്നത്, നമ്മൾ മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിയുള്ള 4-5 പച്ചമുളക്. ഇനി ഇതിന് പകരം കാന്താരി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയൊക്കെ നല്ലതായിട്ട് വഴന്ന് വരണം കേട്ടോ, അതുവരെ ഇതിനെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റിക്കഴിഞ്ഞ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയാണ്. അതിൻ്റെ പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വീഴുന്ന വരെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ ശേഷം 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ 2ാം തേങ്ങാപ്പാൽ നല്ലതായിട്ട് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം, എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. എന്നിട്ട് ഞാൻ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു തീ അങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇനി മൺചട്ടിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഞാനിപ്പം തീ ഓഫ് ചെയ്ത്, കാരണം മൺചട്ടി ആയതുകൊണ്ട് ആ ചൂട് അവിടെ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഓഫ് ചെയ്തത്. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1.25 കപ്പ് നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കിയെടുക്കരുത്, മീനങ്ങ് പൊടിഞ്ഞു പോകും. ഞാൻ പറഞ്ഞല്ലോ, മൺചട്ടിയിലല്ലെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്ന. 1ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒട്ടും തിളപ്പിക്കരുത്, അത് പിരിഞ്ഞു പോകും. ഇനി അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 5-6 കൊച്ചുള്ളി അരിഞ്ഞത്. ഞാനിവിടെ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പക്ഷേ കൊച്ചുള്ളിയാണ് നല്ലത്. 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളർ നല്ലതായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കറി നമ്മൾ ഉപയോഗിക്കുന്നതിനൊരു 5-6 മണിക്കൂർ മുമ്പ് തയ്യാറാക്കി വെക്കണം. അത് ഇരുന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വന്നെങ്കിലേ കറി നല്ല ടേസ്റ്റി ആകുള്ളൂ. പ്രത്യേകിച്ച് മീൻ കറി ആകുമ്പോൾ അത് നല്ല ടേസ്റ്റി ആകണമെങ്കിൽ കുറച്ച് സമയം മുമ്പ് തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ട ചാറൊക്കെ നല്ല കുറുകി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ തയ്യാറാക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ചേർത്തുള്ള അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെയുള്ള മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിലോ വളരെ ടേസ്റ്റിയാണേ. ഞാൻ ഈ പ്രാവശ്യം സവാള ചുട്ടെടുക്കുകയാണേ. അതിനായിട്ട് ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഗ്യാസ് അടുപ്പിന് പകരം സാധാരണ അടുപ്പിൽ ചുട്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇവിടെ ഒന്നും പിന്നെ സാധാരണ അടുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം വറ്റൽമുളക് നമുക്കൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ സവാളയുടെ ആ ഒരു കരിഞ്ഞ ഭാഗം ഞാനൊന്ന് മാറ്റിക്കളയുകയാണേ. നമ്മൾ കപ്പയൊക്കെ ചുട്ടെടുക്കത്തില്ല, അതുപോലെ തന്നെ അതിൻ്റെ
സവാളയുടെ ആ കരിഞ്ഞ ഭാഗം ഞാനൊന്ന് മാറ്റി, അത് കഴിഞ്ഞ് ചെറുതായി മുറിച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ കരിയും ഒന്ന് തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിക്കനുസരിച്ചുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കണേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കിട്ടുകയും ചെയ്തു. ഈ 2 റെസിപ്പികളും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.